ഏത് കടബാധ്യത വന്നാലും പ്രയാസം വന്നാലും ആ പ്രയാസത്തിലൊക്കെ വമയ്യത്തക്കില്ല. ആര് അള്ളാനെ സൂക്ഷിക്കുന്നുവോ, അള്ളാഹുവേ കടബാധ്യതയുണ്ട്, പ്രയാസമുണ്ട്, ആത്മഹത്യയിലെ വക്കില, എന്നാലും ആ സമയത്ത് നിന്ന് നിനക്കിട്ടപ്പെടാത്ത വഴിയിലൂടെ സമ്പത്തുണ്ടാക്കില്ല റബ്ബേ. ഞാൻ എൻ്റെ കടം മാറാൻ വേണ്ടി ലോട്ടറി എടുക്കില്ല, എൻ്റെ കടം മാറാൻ വേണ്ടി പലിശയുമായി ബന്ധപ്പെടില്ല, എൻ്റെ കടം മാറാൻ ഞാൻ കള്ള് കച്ചവടം നടത്തില്ല, എന്റെ കടം മാറാൻ എന്നെ വിശ്വസിച്ച ഒരുത്തനെ ഞാൻ ചതിക്കില്ല റബ്ബേ. എനിക്ക് കടമുണ്ട്, എന്റെ കച്ചവടത്തിൽ എനിക്കൊരു പാർട്ണറുണ്ട്, അവൻ നാട്ടിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവേ എന്റെ കടം മാറി എനിക്ക് രക്ഷപ്പെടാൻ എന്നെ വിശ്വസിച്ച സുഹൃത്തിനെ ഞാൻ ചതിക്കില്ല, എന്റെ പങ്ക് കച്ചവടക്കാരനെ ഞാൻ ചതിക്കില്ല. എനിക്ക് ഏതൊക്കെ പ്രയാസങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടും വന്നാലും ആ സമയത്ത് നിനക്കിട്ടപ്പെടാത്ത വഴി ഞാൻ സ്വീകരിക്കില്ല അല്ലാ എന്ന് ഒരാൾ മനസ്സിൽ നിശ്ചയിച്ചാൽ അവന് രക്ഷപ്പെടാനുള്ള വഴി അവന്റെ മുമ്പിലുണ്ട്. ലോക്കറിന്റെ താക്കോൽ അവന്റെ കയ്യിലുണ്ട്, കൂട്ടുകാരൻ ഒപ്പിട്ട ചെക്ക് കയ്യിലുണ്ട്, ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷേ നിനക്കിട്ടമല്ലല്ലോ അല്ലാ, നിനക്ക് പൊരുത്തമല്ലല്ലോ അല്ലാ. ഇന്ന് ഇവിടത്തെ താൽക്കാലിക പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും നാളെ പാരത്രിക ലോകത്തെ കാലാകാല അദാബ് ഞാൻ അനുഭവിക്കണമല്ലോ റബ്ബേ എന്ന് കരുതിയിട്ട് ആരെങ്കിലും പടച്ചറപ്പിനെ പേടിച്ചിട്ട് നിന്നാൽ അവന് രക്ഷപ്പെടാനുള്ള ഒരു എക്സിറ്റ് പടച്ചറപ്പ് കാണിച്ചു തരുമത്രേ. ആണ് എന്റെ അർത്ഥം. മനസ്സിലായ മനുഷ്യന്മാരെ, എന്റെ കടം വീടാൻ വേണ്ടിയാണ് ഞാൻ ലോട്ടറി എടുത്തത്. ഏത് പ്രതിസന്ധി വന്നാലും അള്ളാഹ് കിട്ടപ്പെടാത്തത് ചെയ്ത് ഹറാമായ മാർഗത്തിലൂടെ എന്റെ കടം എനിക്ക് വീടണ്ട, എന്റെ പ്രയാസം, എന്റെ സാമ്പത്തിക ടൈറ്റ് എനിക്ക് ഈ വാളങ്ങനെ ഇഷ്ടപ്പെടണില്ല എന്ന് തോന്നുന്നു. പൊന്നു മൂല്യാരി, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് നമ്മളെന്താ ചെയ്യാ? ഇത് വിശുദ്ധിയാണ്, ശുദ്ധിയാണ്. അള്ളാഹു നമുക്ക് നല്ല പ്രതിഫലം തരട്ടെ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ഈമാൻ വലിയ പൂർണ്ണമാകണം. എന്നാൽ അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം വല്ലതാണ്.